എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, ഇടുക്കി ഈ 4 മധ്യ മേഖലയിലെ ജില്ലകൾ. ഇതിൽ എറണാകുളം റീജിയണൽ ലാബിൻ്റെ കീഴിൽ ഈ 4 ജില്ലകൾ വരുന്നു. നമുക്കറിയാം ഈ ഒരു മേഖലയിൽ ക്രൈം റേറ്റും അല്ലെങ്കിൽ അബ്കാരി നാർക്കോട്ടിക് കേസുകളടക്കം കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ കൂടി വളരെ ആക്റ്റീവായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സാമ്പിളുകൾ എത്തുന്നു. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും സാമ്പിളുകൾ ഒരു വലിയ 1 ലക്ഷത്തിലധികം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ നമ്പറാണ്. സ്വപ്ന, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ, അതായത് കേസുകളുമായി ബന്ധപ്പെട്ട രാസപദാർത്ഥങ്ങളാണ് കാക്കനാടുള്ള ലാബിൽ പരിശോധനയ്ക്ക് വരുന്നത്. നമുക്കറിയാം വളരെയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരിടമാണ് കൊച്ചി. ഇവിടെ നിന്നുള്ള രാസപദാർത്ഥങ്ങളടക്കം ഈ റീജിയൻ ലാബിലാണ് പരിശോധനയ്ക്ക് വരുന്നത്. അതാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അത് 1 ലക്ഷത്തിലധികം സാമ്പിളുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ കേസുകൾ വൈകുന്നതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. പക്ഷേ നേരത്തെ ഈ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, അതിൻ്റെ പരിശോധനകളെല്ലാം തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ പരിശോധനകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഏകദേശം ഒരു 15 മുതൽ 1 മാസത്തിനുള്ളിൽ തന്നെ 30 ദിവസം അതിനുള്ളിൽ തന്നെ ആ പരിശോധനാ ഫലങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ സുപ്രധാനമായ മറ്റ് പല കേസുകൾ, പ്രത്യേകിച്ച് ഈ മോഷണ കേസുകൾ അല്ലെങ്കിൽ ആത്മഹത്യകളാണോ കൊലപാതകങ്ങളാണോ എന്ന് സംശയമുള്ള കേസുകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേസുകളിലെ ഈ രാസപദാർത്ഥങ്ങളാണ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരാൾ ഒരു സംഭവത്തിൽ ഇരയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നീതി ലഭ്യമാകണമെങ്കിൽ വളരെയധികം കാത്തിരിക്കേണ്ടി വരുന്നു എന്നത് ഏറെ സങ്കടകരമാണ്. പ്രധാനമായും ജീവനക്കാർ കൃത്യമായി ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. 6 ഒഴിവുകളാണ് നിലവിലുള്ളതെങ്കിലും തസ്തികകൾ പലതും ഇല്ല. ഈ ഒഴിവുകൾ നികത്തുന്നില്ല, ഒപ്പം തന്നെ കൂടുതൽ തസ്തികകൾ അനുവദിക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. എങ്കിൽ മാത്രമാണ് ഇത്രയധികം പരിശോധനകൾ നടത്തി പരിശോധനാ ഫലങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്വപ്ന. തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഈ 1 ലക്ഷത്തിലധികം എന്ന് പറയുമ്പോൾ എറണാകുളം റീജിയണിൽ മാത്രമാണ്. അതുപോലെ തിരുവനന്തപുരമുണ്ട്, കോഴിക്കോടുണ്ട്. ഈ 3 റീജിയണിലുമായി ഏതാണ്ട് 1,60,000-ലേറെ സാമ്പിളുകൾ ഇതുപോലെയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. നമ്മളത് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സ്വാഭാവികമായി നീതിന്യായ വ്യവസ്ഥ, വലിയ വലിയ കേസുകളുടെ അന്വേഷണങ്ങളെ അടക്കം ഇത് സാരമായി ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കണം.